രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടെ ഓഫാക്കിയ ഫോൺ രാവിലെ ഓൺ ചെയ്തു, പിന്നീട് വീണ്ടും സ്വിച്ച് ഓഫ് ആക്കി. രാഹുൽ കേരളം വിട്ടതായി സംശയമുണ്ട്. അതേസമയം രാഹുലിനെ പിന്തുണച്ചും അതിജീവിതയെ അപമാനിച്ചും പാലക്കാട് MP VK ശ്രീകണ്ഠനും DCC പ്രസിഡന്റ് A തങ്കപ്പനും രംഗത്തെത്തി. 18 മണിക്കൂറിലേറെയായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 4:40 പാലക്കാട് നഗരത്തിനടുത്തുള്ള കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ രാഹുൽ 4:55 കണ്ണാടിയിൽ നിന്ന് പാലക്കാട് നഗരത്തിലേക്ക് തിരിക്കുകയും 5:15 നഗരത്തിലെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ടു. ശേഷം 5:45 രാഹുൽ ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങുകയായിരുന്നു. MLA ഓഫീസ് പരിസരത്ത് നിന്നാണ് ഫോൺ ഓഫാക്കിയത്. 6:10 രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണും ഓഫായി. തുടർന്ന് ഇന്ന് രാവിലെ 7:30 രാഹുൽ ഫോൺ ഓഫാക്കുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. അതിനിടെ കഴിഞ്ഞ ദിവസം പൂട്ടിയ രാഹുലിൻ്റെ ഓഫീസ് ഇന്ന് തുറന്നു. രാഹുൽ കേരളം വിട്ടതായി ഉൾപ്പെടെ സംശയമുണ്ട്. അതിനിടെ രാഹുലിനെ ന്യായീകരിച്ചും അതിജീവിതയെ അപമാനിച്ചും പാലക്കാട് MP VK ശ്രീകണ്ഠനും DCC പ്രസിഡന്റ് A തങ്കപ്പനും രംഗത്തെത്തി. ഈ വിഷയത്തിൽ MP നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും പറയുന്നത് ഒന്ന് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നു, ഒന്ന് DYSPയെ കുറിച്ച് പറയുന്നു. ഇതിലൊക്കെ ഉപരി കോൺഗ്രസ് അതെല്ലാം വാർത്തകൾ തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയും DYSPയുടെ വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയും DYSP വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പം? അതെ, നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും മറുപടി പറയാൻ കിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പരാതി നൽകിയാൽ അത് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് പോലീസിന്റെ. അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെ കൂടെയാണ്? നിങ്ങൾ ഇപ്പൊ ചോദിച്ച എനിക്ക് നിലപാടുണ്ട്. ഈ സംസ്ഥാനത്തും രാജ്യത്തും നിയമനിർമ്മാണം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി നിയമനിർമ്മാണ സഭയിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും പരാതി പറയുകയാണെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും അത് അന്വേഷിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം പോലീസ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ. ഈ സംഭവം ഇന്ന് നടന്നല്ലോ, മാസങ്ങളായിട്ട് നടന്ന സംഭവമാണ്. എന്തുകൊണ്ട് ഒരു പരാതി കൊടുത്തില്ല? കേരള ഗവൺമെൻറ് കഴിഞ്ഞില്ല. ഇപ്പോൾ സമയം നോക്കി ഒരു പരാതി വന്നപ്പോൾ അതിൻ്റെ ആ പരാതിയുടെ കണ്ടന്റ് അന്വേഷിക്കണം, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കണം, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഒരു തർക്കം വേണ്ട അതിനകത്ത്. കേരള ഗവൺമെൻറ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കുമായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കേണ്ട അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്തസ്സായി പറയണ്ടേ? അവിടെയാണ് വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷേ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പോൾ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നു. രാഹുൽ പാലക്കാട് തന്നെയുണ്ടെന്നും പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്.